ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വ്യാഷ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചതൊക്കെയാണ്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്റ്റേറ്റർഷിപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എല്ലാവരും കണ്ണടച്ച് പറയും അതായത് ഹിറ്റ്ലർ ആയിരുന്നു എന്ന്. അപ്പോൾ ഈ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിറ്റ്ലർ ഏകദേശം 60 ലക്ഷത്തിലും അധികം ജൂയിഷ് ആൾക്കാരെയാണ് കൊന്നുകളഞ്ഞത് എന്നാണ് പറയുന്നത്. അതായത് 60 ലക്ഷത്തിലും അധികം ആൾക്കാരെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതും യൂതമതത്തിലുള്ള ആൾക്കാരെയാണ് കൊന്നുകളഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, അതായത് എന്തുകൊണ്ടാണ് ഈ ജൂയിഷ് എന്ന് പറയുന്ന ഇവർ അതായത് യൂതന്മാരുമായിട്ട് ഹിറ്റ്ലർക്ക് ഇത്ര അധികം വൈരാഗ്യമുള്ളത്, എന്തുകൊണ്ടാണ് ഇവരെ ഹിറ്റ്ലർ ഇത്രമാത്രം വെറുത്തത്, ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു $1 മില്യൺ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹിറ്റ്ലർ എങ്ങനെയാണ് ഈ 60 ലക്ഷത്തിലും അധികം യൂതന്മാരെ കൊന്നൊടുക്കിയത്, ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹിറ്റ്ലറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആർക്കും തന്നെ ആവശ്യമില്ല. അതായത് ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചതായിരിക്കും. അപ്പോൾ ഹിറ്റ്ലർ തന്റെ പണി തുടങ്ങിയത് ആദ്യമായിട്ട് ഒരു പെയിന്റർ ആയിട്ടാണ്. പിന്നെയാണ് ഈ ഒരു വലിയ ലീഡർഷിപ്പും ഉള്ള കാര്യങ്ങളൊക്കെ ഹിറ്റ്ലറിനെ തിരക്കിയെത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് വേൾഡ് ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് നടന്നത്. ഒന്ന് വേൾഡ് വാർ 1 അതുപോലെ തന്നെ വേൾഡ് വാർ 2. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്ന ആ ഒരു സമയത്ത് ഹിറ്റ്ലർ ഒരു സോൾജർ ആയിട്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, എങ്ങനെയാണ് പെയിന്ററായി ഹിറ്റ്ലർ ഒരു സോൾജറായി മാറിയെന്ന്. അപ്പോൾ ഇതിന് ബെസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ എടുത്ത് നോക്കുക. അതായത് റഷ്യൻ സോൾജേഴ്സിലെല്ലാം ആൾ കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അതായത് മെയിലിനെയും ഫീമെയിലിനെല്ലാം തന്നെ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യും. അതായത് അവർ നിർബന്ധമായിട്ടും ആ ഒരു സോൾജർ പണി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ഒരു കർശന നിയമം കൊണ്ടുവരും. ഇത് പണ്ടോട്ടെ അതായത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതായത് ഇന്നും അത് ഫോളോ ചെയ്യാത്തത്. കാരണം ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം തന്നെ കൂടുതലും ഈ ആർമി ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരാ. പക്ഷേ അതായത് സെലക്ഷൻ എല്ലാം കിട്ടാത്തതാണ്. അതായത് അവിടെയെല്ലാം ആൾക്കാർ കുറവാണ്, ഇന്ത്യയിൽ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിങ് ഫോളോ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഹിറ്റ്ലറിനെയും ഈ ഒരു അതായത് സോൾജർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ 2 പവറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അലൈഡ് ഫോഴ്സും അതുപോലെ തന്നെ രണ്ടാമത്തെ സെൻട്രൽ പവറും. അപ്പോൾ ഈ അലൈഡിൽ ആരൊക്കെയാന്ന് വെച്ചാൽ ഇറ്റലി, USA, UK, റഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു. അതായത് ഇത് മാത്രമല്ല ഇതിലും കുറെ അധികം രാജ്യങ്ങളുണ്ട്. ഇതാണ് മെയിൻ രാജ്യങ്ങൾ അലൈഡ് ഫോഴ്സിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ പവർ എന്ന് പറയുന്നത് മറുഭാഗത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അതായത് ജർമ്മനി, ഓസ്ട്രിയ, ഓട്ടോമൻ എംപയർ. അപ്പോൾ ഇതിലും കുറെ അധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവര് 3 പേരാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്ലെയർ. അപ്പോൾ ഈ സെൻട്രൽ പവർ എന്ന് പറയപ്പെടുന്ന ഈ രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു ഹിറ്റ്ലർ ഇവർക്ക് വേണ്ടിയായിരുന്നു സോൾജറായി വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ ഇവർ എവിടെയൊക്കെയാണ് യുദ്ധം ചെയ്തതെന്ന് വെച്ചാൽ അതായത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, പസഫിക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെയാണ്. അതായത് ഈ ലോക മഹായുദ്ധം ഒന്ന് നടന്നത് 1914 ജൂലൈ 28-നാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം 1918 നവംബർ 14-നാണ് ഈ അതായത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഏകദേശം അതായത് 4 വർഷത്തോളം ഈ ഒരു യുദ്ധം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അതിൽ ഈ സെൻട്രൽ പവർ എന്ന് പറയപ്പെടുന്ന അതായത് ഹിറ്റ്ലർ ഉണ്ടായിരുന്ന ആ ഭാഗം തോൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ അലൈഡ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന അതായത് USA, റഷ്യ ഒക്കെ ഉള്ള ആ ഒരു ഫോഴ്സ് ആയിരുന്നു ജയിച്ചത് ആ സമയത്ത്. പക്ഷേ സങ്കടകരമായ കാര്യം വേൾഡ് വാർ 1 എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് ഏകദേശം 2 കോടിയിലും അധികം ജനങ്ങൾ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഏകദേശം 2 കോടി ആൾക്കാർക്കോളം പരിക്ക് പറ്റി എന്നാണ് പറയുന്നത്. ഇതിൽ കുറെ സിവിലിയൻസും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സിലുള്ള ആൾക്കാരെല്ലാം വിചാരിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേൾഡ് വാർ 1 തോറ്റത്, അതായത് നമ്മൾ ഏകദേശം മുന്നേറി വരുമ്പോഴാണ് നമുക്ക് ഈ തോൽവി സംഭവിച്ചത്. പക്ഷേ എന്തുകൊണ്ട് എന്ന് ഇവർ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അതായത് ഈ വേൾഡ് വാർ 1 നടക്കുന്ന സമയത്ത് സെൻട്രൽ പവറിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ യൂതമതത്തിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ യുദ്ധത്തിന് പോയില്ല. അതായത് അവരവരുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതായത് ആൾക്കാർ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ തോറ്റേ എന്നൊരു വിചാരണ വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഹിറ്റ്ലറെ വളരെയധികം ദേഷ്യപ്പെടുത്തി. ഓൾറെഡി ഹിറ്റ്ലറിന്റെ ചെറുപ്പം തൊട്ടേ ഈ യൂതമതത്തിലുള്ള ആൾക്കാരുമായിട്ട് അതായത് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം വീണ്ടും അതായത് ഹിറ്റ്ലറിനെ വീണ്ടും അതിൽ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ഒരു കാരണം കൂടെ പറയുന്നുണ്ട്, അത് നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ ഈ ഒരു കാരണം അതായത് ഹിറ്റ്ലറിന് ഇപ്പോൾ വീണ്ടും അതായത് ഈ യൂതമതം എങ്ങനെയും ഒഴിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഹിറ്റ്ലറിന്റെ മനസ്സിൽ വരുന്നു അതായത് ഈ യൂതന്മാര് നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തം അതായത് ഈ നമ്മുടെ രാജ്യത്തെ ഒരു യൂതന്മാര് പോലും ഉണ്ടാവരുത് എന്ന് ഹിറ്റ്ലറിന്റെ മനസ്സിലോട്ട് വരുന്നു. അപ്പോൾ അതിനായിട്ട് ഹിറ്റ്ലറിന്റെ ആവശ്യം എന്താണ്, അതായത് ആദ്യം പവർ വേണം. അപ്പോൾ ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു, അതായത് ജർമ്മനിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് ഹിറ്റ്ലർ മെല്ലെ വളർന്നു വന്ന് ആ പാർട്ടിയുടെ പ്രസിഡന്റായി മാറുന്നു. അപ്പോൾ ജർമ്മനിയുടെ ഏറ്റവും വലിയ പവർ ആരായിരുന്നു വെച്ചാൽ അതായത് അവിടെയുള്ള ചാൻസലറാണ്. അപ്പോൾ ഹിറ്റ്ലർ വിചാരിക്കുന്നു അതായത് യൂതന്മാരെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്ക് ചാൻസലർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമോ നമുക്ക് ഈ ജർമ്മനിയിൽ നിന്നെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഈ യൂതന്മാരെ പുറത്ത് കടക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഹിറ്റ്ലർ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ പ്രചരണം ചെയ്യുന്നു അതായത് യൂതന്മാർ ചതിയന്മാരാണ്, അതായത് ഇവർ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെതിരുമായിട്ട് ബിസിനസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഇവർ നമ്മളുണ്ടെങ്കിൽ നമ്മളെ ഒറ്റി കൊടുക്കും, ഇങ്ങനെ പറഞ്ഞ് യൂതന്മാർക്കെതിരെയുള്ള അതായത് ഹേറ്റ് സ്പീച്ച് എല്ലാം
തന്നെ ജർമ്മനി മൊത്തം അതായത് ഹിറ്റ്ലർ നടന്ന് പ്രചാരണം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിറ്റ്ലറിന്റെ ഈ പ്രചാരണം കണ്ടും അതുപോലെ തന്നെ ഈ അതായത് സംസാരം എല്ലാം കണ്ട് ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള ആൾക്കാരെല്ലാം വിചാരിക്കുന്നു അതായത് ഈ മനുഷ്യൻ നമുക്ക് വേണ്ടിയാണല്ലോ പാടുപെടുന്നത് എന്ന് കരുതി ഹിറ്റ്ലറിന് പെട്ടെന്ന് തന്നെ ഫാൻസ് കൂടി എന്നാണ് പറയുന്നത്. അതായത് ഹിറ്റ്ലർ എവിടെ പോയി ഒരു പ്രചരണം നടത്തുകയാണെങ്കിലും അവിടെ ആയിരക്കണക്കിനുള്ള ജനങ്ങൾ വന്നു ചേരാൻ തുടങ്ങി. അതായത് ഈ കൂടുതലും ഈ ജൂതന്മാരെ എതിർക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ വന്നേ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഹിറ്റ്ലർ അതായത് ചാൻസലർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്തുന്നത്, അതായത് താൻ ആഗ്രഹിച്ച ആ പൊസിഷനിലോട്ട് എത്തുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഹിറ്റ്ലർ വിചാരിക്കുന്നു അത് എങ്ങനെയും ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഹിറ്റ്ലർ അതായത് കഞ്ഞുകൂടി മുട്ടിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് അവർ കൂടുതലും ഈ മെർച്ചൻസ് ആയിരിക്കും, അതായത് ജൂയിഷ് പണ്ട് തൊട്ടേ അവർ മെർച്ചൻസ് ആയിരിക്കും, അതായത് അവർ കൂടുതലും ക്യാഷ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരവിടെ മെർച്ചൻസ് ആയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഹിറ്റ്ലർ പറയുന്നു അവിടെയുള്ള ആൾക്കാരോടെല്ലാം അതായത് ഇവർ നമ്മളെ ചതിയന്മാരാണ്, ഇവർ നമ്മൾ ചതിച്ചവരാണ്, ഒറ്റ കൊടുത്തവരാണ്, ഇവരുമായിട്ട് ബിസിനസ് ചെയ്യരുത്, നിങ്ങളെല്ലാം തന്നെ ഇനി സാധനം വാങ്ങുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുത്, നിങ്ങൾ വേറെ കടയിൽ പോയി വാങ്ങിക്കോ എന്ന് പറയുന്നു. ഇവ ഹിറ്റ്ലറിന് അവിടെ നല്ലൊരു പോസിറ്റീവ് ഇമേജ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ ഹിറ്റ്ലർ പറഞ്ഞു കേട്ട് ഇവരിൽ നിന്നേ മാറിപ്പോയി വേറെ അതായത് ഷോപ്പിൽ നിന്നല്ല തന്നെ ആ ഒരു സാധനം വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഹിറ്റ്ലർ ഇവരെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ 3 വഴികളാണ് സ്വീകരിച്ചത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരുടെ കടയിൽ നിന്നൊന്നും സാധനം വാങ്ങരുത്, അങ്ങനെ ഇവരുടെ ബിസിനസ് എല്ലാം തകർന്നു പോകും. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള സ്കൂളിലും കോളേജിലും എല്ലാം തന്നെ ഇവരെ ജോയിൻ ചെയ്യരുത്. അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി ഉണ്ടോ അതേ രീതിയിൽ തന്നെ ഒരു ചാൻസലർ പറഞ്ഞാൽ ഓർക്കണം, അതായത് സാധാരണ ഒരു രാഷ്ട്രീയ നേതാക്കളല്ല, അതായത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ആൾക്കാരാണ് പറയുന്നത് അതായത് നിങ്ങളുടെ കുട്ടികളൊന്നും ഞങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് അവരെ കംപ്ലീറ്റ് ആയിട്ടും സ്കൂളിൽ നിന്നെല്ലാം എടുത്തു കളയുന്നു. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അതായത് ഈ ക്യാമ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് എല്ലാ ജൂതന്മാരെയും ഓരോ വീട്ടിൽ പോയിട്ട് നീ ജൂതനാണോ എന്ന് കണ്ടുപിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഹിറ്റ്ലർ വിചാരിക്കുന്നു അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഈ യൂതന്മാരെല്ലാം തന്നെ അതിൽ നിന്ന് വിവിധ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് അവിടെ അടിമ പണിയെടുക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 20 മണിക്കൂറും പണിയായിരിക്കും, ചിലപ്പോൾ 22 മണിക്കൂറും പണിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പറ്റാത്ത പണികളായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ എന്തെങ്കിലും രീതിയിൽ അതായത് നിങ്ങൾക്ക് പറ്റില്ല, അതായത് ഞങ്ങൾക്ക് പറ്റില്ല എടുക്കാൻ, ഞങ്ങൾക്ക് വയ്യ, അല്ലെങ്കിൽ ഇച്ചിരി ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കൊന്നുകളയും. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ മുട്ടുവേദന അതായത് കൈകാലെല്ലാം വേദന എന്ന് പറഞ്ഞാൽ ആ വേദന എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ നാസിസ്റ്റുള്ള ആൾക്കാരെല്ലാം തന്നെ വെടിവെക്കും എന്നാണ് പറയുന്നത്. പിന്നെ അവർ ആ വെടിയേറ്റതുകൊണ്ട് മരുന്നൊന്നും തേക്കാതെയാണ് വീണ്ടും പണിയെടുത്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ഊഹിച്ചാൽ മതി അതായത് ഹിറ്റ്ലറിന് എത്രമാത്രം വൈരാഗ്യവും ദേഷ്യവും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് ഹിറ്റ്ലർ വിചാരിക്കുകയാണ് അതായത് ഒരു ദിവസം 100 തൊട്ട് 250 ജൂതന്മാരെ മാത്രമല്ല കൊല്ലുന്നുള്ളൂ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവാനാന്ന് വിചാരിച്ചുകൊണ്ട് ഹിറ്റ്ലർ ഒരു തീരുമാനമെടുക്കുന്നു. അതായത് പോയിസണസ് ഗ്യാസ് ലോകത്ത് നിന്ന് വിവിധ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട് അതായത് ഈ ജൂതന്മാരെല്ലാം ഒരുമിച്ച് അടച്ചിട്ടിട്ട് ഈ പോയിസണസ് ഗ്യാസ് അവിടെ തുറന്നു വിടുന്നു. അങ്ങനെ അതായത് ഒരു ദിവസം അതായത് ആയിരക്കണക്കിനുള്ള ആൾക്കാർ മരണപ്പെടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയും ആൾക്കാരെ കുറെ കൊന്നൊടുക്കി. അപ്പോൾ ഈ ഒരു സമയത്താണ് വേൾഡ് വാർ 2 വരുന്നത്. അതായത് വേൾഡ് വാർ 1 തന്നെ ഹിറ്റ്ലറിന് എന്താണ് ഉണ്ടായിരുന്നത് അതായത് എങ്ങനെയും യൂതന്മാരെ തീർത്ത് കളയണമെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ രണ്ടാമത്തെ വേൾഡ് വാർ വന്നപ്പോൾ തന്നെ ഈ ജർമ്മനിയിലെ ഏകദേശം യൂതന്മാർ കംപ്ലീറ്റ് ആയിട്ടും തീർന്നു. അതായത് ഇങ്ങനെ പോയിസണസ് ഗ്യാസും അതുപോലെ തന്നെ അടിമപ്പണിയെടുത്തും എല്ലാവരെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ഹിറ്റ്ലർ ഈ വട്ടം വിചാരിക്കുന്നു അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ലോകത്ത് നിന്ന് യൂതന്മാരെന്ന് പറയുന്ന ആ ഒരു വർഗം ഇല്ലാണ്ടാക്കണം, അതായത് അവരെ മൊത്തം കൊന്നെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ജർമ്മനിയിലുള്ള സോൾജേഴ്സിനോടൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ വേൾഡ് വാറിൽ ജയിച്ചോ ഇല്ലയോ, പക്ഷേ യൂതന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊന്നു കളയണം എന്നുള്ള ഒരു ഓർഡർ ഹിറ്റ്ലറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വട്ടവും അലൈഡ് പവർ, ആക്സിസ് പവർ എന്നീ 2 പവറാണ് വേൾഡ് വാർ 2 ഉണ്ടായിരുന്നത്. അലൈഡ് പവറിൽ ആരായിരുന്നു വെച്ചാൽ നേരത്തെ പോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ഇവരായിരുന്നു പ്രധാനമായിട്ടും ഈ അലൈഡ് പവറിൽ ഉണ്ടായിരുന്നത്. ബാക്കി ആക്സിസ് പവറിൽ ആരായിരുന്നു വെച്ചാൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഈ 3 പേരായിരുന്നു ഈ ആക്സിസ് പവറിൽ മേജർ പ്ലെയറായി ഉണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നു. അപ്പോൾ ഹിറ്റ്ലറിന്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്മൾ പറഞ്ഞില്ല, അതായത് യൂതന്മാരെ മൊത്തം കന്നുകളയാന്ന്. അപ്പോൾ ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ ഏകദേശം 60 ലക്ഷം യൂതന്മാരെ ഈ ഹിറ്റ്ലർ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഹിറ്റ്ലർ യൂതന്മാരെ ഇത്രമാത്രം വെറുക്കാൻ വേറൊരു കാരണം എന്താണ്, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിറ്റ്ലറിന് യൂതമതത്തിലുള്ള സ്റ്റെഫനി ഐസക് എന്ന് പറയുന്ന അത് ഒരു സ്ത്രീയുമായിട്ട് അതായത് താല്പര്യമുണ്ടായിരുന്നു. അത് വൺ സൈഡ് ലവ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ യൂതമതത്വം അതുപോലെ തന്നെ ഹിറ്റ്ലറും ഹേറ്റ് ചെയ്തു. അങ്ങനെ പല റീസൺ കൊണ്ട് അത് ബ്രേക്കപ്പ് ചെയ്യേണ്ട വന്നു എന്നാണ് പലരും പറയുന്നത്. ഇത് പലരും ഓപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റു പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പെൺകുട്ടീനെ ഹിറ്റ്ലറുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതുകൊണ്ട് അതായത് ഹിറ്റ്ലറിന് വീണ്ടും യൂതമതത്തിലുള്ള ആൾക്കാരുമായിട്ട് അതായത് ഈ ഒരു ഹേറ്റ് കൂടിയതുകൊണ്ടാണ് ഹിറ്റ്ലർ ഇത്രമാത്രം യൂതമതത്തിനെ എതിർത്തേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും രണ്ടാം വേൾഡ് വാറിലും ഹിറ്റ്ലറിന് ഒരു തിരിച്ചടി വന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ യൂതന്മാരെ എവിടെ പോയാലും കൊന്നുകളയുക. ഈ 60 ലക്ഷം ആൾക്കാരോളം ചത്തു കഴിഞ്ഞപ്പോൾ യൂതന്മാർ വിചാരിക്കുന്നു അതായത് ഇനി നമ്മൾ എങ്ങോട്ട് ഓടാനാ,
നമ്മൾ തിരിച്ച് ഇവരെ എതിർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് എതിർക്കാൻ തുടങ്ങി. അതായത് ഈ ജർമ്മനി അതുപോലെ തന്നെ ഈ ആക്സിസ് പവറിലുള്ള ആൾക്കാരെല്ലാം തന്നെ അവരെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് എതിർക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഹിറ്റ്ലർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു ഇത്. അതായത് അവർ തിരിച്ചെതിർക്കുന്നത്. അങ്ങനെ തിരിച്ചെതിർക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ചാൽ അതായത് ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു ആക്സിസ് പവറിലുള്ള ആൾക്കാർ രണ്ടാം മഹായുദ്ധത്തിൽ അവർ തോൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ജപ്പാൻ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന ആ 2 ആറ്റം ബോംബ് ജപ്പാനെതിരെ ഡിപ്ലോയ് ചെയ്ത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഹിരോഷിമ നാഗസാക്കിയിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതും അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ ഏകദേശം 1945 അവസാനിക്കുന്നു. ഏകദേശം 6 വർഷമാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. ഇതിൽ എന്താ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 7.5 കോടി, അതായത് ആദ്യം 2.5 കോടിയാണെങ്കിൽ ഈ വട്ടം 7.5 കോടി, അതായത് 5 കോടിയും കൂടെ കൂടുതലായിട്ട് 7.5 കോടി ആൾക്കാരെ അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെടേണ്ടി വന്നു. അതായത് ഇതിൽ സോൾജേഴ്സും സിവിലിയൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 7.5 കോടി ആൾക്കാരോളം രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെടുന്നു. അതായത് ഇന്നത്തെ പോപ്പുലേഷൻ അല്ല എന്ന് ഓർക്കണം, അന്ന് കുറച്ച് പോപ്പുലേഷൻ ഉള്ളൂ. അതിലാണ് ഈ 7.5 കോടി ആൾക്കാർ മരണപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലും ഈ ജർമ്മനിയിലാണ് തോക്കുമ്പോൾ ഹിറ്റ്ലർ വിചാരിക്കുന്നു അതായത് ഇനി നിന്ന് കഴിഞ്ഞാൽ ഹിറ്റ്ലറിനെ അവർ പിടിച്ച് അവർ തൂക്കിക്കൊല്ലും എന്ന് വിചാരിച്ചുകൊണ്ട് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു, അതായത് സ്വയം സൂസൈഡ് ചെയ്യുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, അതായത് ഹിറ്റ്ലർ സൂസൈഡ് ചെയ്തതാണോ, അതായത് ഇത് വെറും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അതായത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹിറ്റ്ലർ സൂസൈഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലും അതുപോലെ തന്നെ എല്ലാ റിവ്യൂവിലും അത് സക്സസ്ഫുൾ ആയി തെളിഞ്ഞതാണ്. അങ്ങനെ ഹിറ്റ്ലർ സൂസൈഡ് ചെയ്തതിനു ശേഷം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം അവിടെ ഉണ്ടാവുന്നത്. അതായത് യൂതന്മാരുടെ വർഷങ്ങളോളം, അതായത് സെഞ്ചുറികളോളമുള്ള അവരുടെ ആഗ്രഹമായിരുന്നു അതായത് യൂതന്മാർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന്. അങ്ങനെയാണ് ഇസ്രായേൽ അവിടെ ഉദയമാവുന്നത്. അതായത് ഈ ആക്സിസ് അലൈഡ് പവറിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ അലൈഡ് പവറിൽ വന്ന് അവർ വന്നപ്പോഴാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ഇന്റലിജൻസ് ഏജൻസി ഈ ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് മൊസാഡ്. അതായത് ഇന്നത്തെയും ഏറ്റവും പവർഫുൾ ഇന്റലിജൻസ് ഏജൻസി ഏതാണെന്ന് വെച്ചാൽ അത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിനെ പോലും കടത്തി വെട്ടുന്ന പവറാണ് ഈ മൊസാദിന്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ മൊസാഡ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് അന്ന് നമ്മുടെ 60 ലക്ഷത്തിലും അധികം ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ അതിൽ കാരണമായ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെ മൊത്തം കൊന്നുകളയണം എന്ന് മൊസാഡ് വിചാരിക്കുകയും ആ സമയത്ത് അഡോൾഫ് എറിക്മാൻ എന്ന് പറയുന്ന അദ്ദേഹം അർജന്റീനയിലായിരുന്നു ഉണ്ടായിരുന്നത്. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ എല്ലാ കമാൻഡും ഇദ്ദേഹമാണ് പാസ്സാക്കിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അർജന്റീനയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ആരും അറിയാതെ അദ്ദേഹത്തിനെ ഇസ്രായേലിലോട്ട് കടത്തി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മരണശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സീക്രട്ട് ഏജൻസിയായ മൊസാഡും. അപ്പോൾ പിന്നീട് ഇവർ പലർക്കും അതായത് പല സീക്രട്ട് ഏജൻസികളും ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കടത്തി കൊണ്ടുവന്നത് ഒരു സിനിമ പോലെ തന്നെ അത്രമാത്രം ത്രില്ലിംഗ് ആയിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണ് അതായത് ഈ യൂതന്മാരുമായിട്ട് ഇത്രമാത്രം ശത്രുത ഉണ്ടാവുകയും അതുപോലെ തന്നെ യൂതന്മാർക്ക് ഇത്രയധികം ഹേറ്റ് ഈ ലോകം മുഴുവൻ ഉണ്ടായതും അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ ഇത്രമധികം ആൾക്കാരെ കൊന്നു കളഞ്ഞതും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ അഭിപ്രായമുണ്ട്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ആയി തോന്നിയെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.